വുഡ് യുയിലേക്ക് വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങളും ഐ വുഡിലേക്ക് വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസുകളും നമ്മുടെ സംഭാഷണത്തിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അവയുടെ ശരിക്കുള്ള അർത്ഥവും അവ എങ്ങനെയാണ് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നുമുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. വെൽക്കം ടു ഹന്നാസ് ഇംഗ്ലീഷ്. ഒരു സെൻറ്റൻസ് നോക്കൂ. വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് കോഫി? എന്താ അർത്ഥം? നിങ്ങൾക്ക് കോഫി ഇഷ്ടമാണോ? ഒരു കപ്പ് കോഫി എടുക്കട്ടെ. ഇതെപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? നമ്മളൊരാളോട് കോഫി ഓഫർ ചെയ്യുമ്പോൾ. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നെന്ന് കരുതുക. അപ്പോൾ നമ്മൾ അയാളോട് ചോദിക്കുമല്ലോ, നിങ്ങൾക്ക് കോഫി ഇഷ്ടമാണോ? ഒരു കപ്പ് കോഫി എടുക്കട്ടെ. അപ്പോൾ ഈ രീതിയിലാണ് ചോദിക്കേണ്ടത്. വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് കോഫി? നമ്മൾ അങ്ങോട്ട് ഓഫർ ചെയ്യണേ. അങ്ങനെ ഒരു കാര്യം ഓഫർ ചെയ്യുമ്പോൾ വുഡ് യു ലൈക്ക് വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അയാൾ പറയണേ, അതെ എനിക്ക് കോഫി ഇഷ്ടമാണ്. അതിനുള്ളത് യെസ് ഐ വുഡ്, യെസ് ഐ വുഡ് എന്നാണ് മറുപടി കൊടുക്കേണ്ടത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. വുഡ് യു ലൈക്ക് സം മോർ കേക്ക്? നിങ്ങൾക്ക് കുറച്ചുകൂടി കേക്ക് എടുക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കേക്ക് തരട്ടെ. സം മോർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലേക്ക് വന്ന ഈ ഗസ്റ്റിനെ നമ്മൾ കോഫിയുടെ കൂടെ കേക്ക് കൂടി കഴിക്കാൻ കൊടുക്കണേ. അപ്പോൾ നമ്മൾ ചോദിക്കണേ, നിങ്ങൾക്ക് കുറച്ചുകൂടി കേക്ക് എടുക്കട്ടെ, അല്ലെങ്കിൽ കുറച്ചുകൂടി കേക്ക് തരട്ടെ. വുഡ് യു ലൈക്ക് സം മോർ കേക്ക്? നിങ്ങൾക്ക് കുറച്ചുകൂടി കേക്ക് തരട്ടെ. അപ്പോൾ അയാൾ പറയാണ്, അതെ എടുത്തോളൂ, യെസ് ഐ വുഡ്. ഇനി അയാൾക്ക് കേക്ക് വേണ്ടെങ്കിലേ അയാൾ പറയണേ, എനിക്ക് വേണ്ട, എൻ്റെ വയറ് നിറഞ്ഞു. എങ്ങനെ പറയാം? നോ ഐ ആം ഫുൾ. നോ ഐ ആം ഫുൾ. വേണ്ട, എൻ്റെ വയറ് നിറഞ്ഞു. ഇനി അടുത്തത്, വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ്? നീ ഞങ്ങളുടെ കൂടെ പോരുന്നോ, അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളുടെ കൂടെ പോരണോ എന്നാണ് അർത്ഥം. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഇൻവൈറ്റ് ചെയ്യാൻ. നീ ഞങ്ങളുടെ കൂടെ പോരുന്നോ, അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളുടെ കൂടെ പോരണോ എന്ന് ക്ഷണിക്കാണ്. ഇതുപോലെ ഇൻവൈറ്റ് ചെയ്യാൻ, വളരെ റെസ്പെക്റ്റോട് കൂടി ഇൻവൈറ്റ് ചെയ്യാൻ വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തത്, വുഡ് യു ലൈക്ക് ടു ജോയിൻ അസ് ഫോർ ഡിന്നർ ടു നൈറ്റ്? നീ ഇന്ന് രാത്രി ഡിന്നറിന് ഞങ്ങളുടെ കൂടെ കൂടുന്നോ, അല്ലെങ്കിൽ നീ ഇന്ന് രാത്രി ഡിന്നറിന് ഞങ്ങളുടെ കൂടെ ചേരല്ലേ? ഇവിടെയും ഇൻവൈറ്റ് ചെയ്യാണ്, ഡിന്നറിന് വേണ്ടി ക്ഷണിക്കാണ്. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഇൻവൈറ്റ് ചെയ്യാൻ, അതുപോലെ ഓഫർ ചെയ്യാനൊക്കെ വുഡ് യുയിലേക്ക് വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഐ വുഡിലേക്ക് വെച്ചിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കാം. ഐ വുഡ് ലൈക്ക് ടു ബുക്ക് എ ഫ്ലൈറ്റ് ടിക്കറ്റ് ടു കാനഡ? ഞാൻ കാനഡയിലേക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് കാനഡയിലേക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. നമ്മൾ ട്രാവൽ ഏജൻസിയിൽ പോയിട്ട് വളരെ റെസ്പെക്റ്റോട് കൂടി എനിക്ക് കാനഡയിലേക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്ന് ഈ രീതിയിലാണ് പറയേണ്ടത്. ഐ വുഡ് ലൈക്ക് ടു ബുക്ക് എ ഫ്ലൈറ്റ് ടിക്കറ്റ് ടു കാനഡ. ഇനി അടുത്തത്, ഐ വുഡ് ലൈക്ക് ടു രജിസ്റ്റർ എ കംപ്ലൈൻറ്റ്? എനിക്കൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊരു ഓഫീസിൽ പോയിട്ട് നമുക്കൊരു പരാതി കൊടുക്കാനുണ്ടെങ്കിൽ ഈ രീതിയിലാണ് പറയേണ്ടത്. ഐ വുഡ് ലൈക്ക് ടു രജിസ്റ്റർ എ കംപ്ലൈൻറ്റ്. ഇനി അടുത്തത്, ഐ വുഡ് ലൈക്ക് ടു മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് ടു സീ ഡോക്ടർ റോയ് അറ്റ് 3 o'clock. ഡോക്ടർ റോയിയെ 3 മണിക്ക് കാണുന്നതിന് വേണ്ടി എനിക്കൊരു അപ്പോയിൻമെൻറ്റ് എടുക്കണം. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് റിസപ്ഷനിൽ ചെന്നിട്ട് ഡോക്ടർ റോയിയെ 3 മണിക്ക് കാണുന്നതിന് വേണ്ടി എനിക്കൊരു അപ്പോയിൻമെൻറ്റ് എടുക്കണം എന്ന് ഈ രീതിയിലാണ് പറയേണ്ടത്. ഐ വുഡ് ലൈക്ക് ടു മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് ടു സീ ഡോക്ടർ റോയ് അറ്റ് 3 o'clock. ഇതുപോലെ വുഡ് യു ലൈക്ക് അല്ലെങ്കിൽ ഐ വുഡിലേക്ക് വെച്ചുകൊണ്ടുള്ള സെൻറ്റൻസുകൾ നമ്മുടെ സംഭാഷണത്തിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ കഴിയും. അതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇതുപോലെ ഇൻവൈറ്റ് ചെയ്യാൻ, ഓഫർ ചെയ്യാൻ, അല്ലെങ്കിൽ വളരെ റെസ്പെക്റ്റോട് കൂടി എന്തെങ്കിലും കാര്യം ആവശ്യപ്പെടുന്നതിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.